ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഗ്യാൻ ഇന്ത്യ ലേണിംഗ് അക്കാഡമി ഒരുക്കുന്ന ക്രാഷ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് 10ൻ്റെ ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റിൽ കംപ്ലീറ്റ്ലി അതിൽ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ, പിന്നെ നെക്സ്റ്റ് ചാപ്റ്ററാണ് ദ സ്നേക്ക് ഇൻ ദ മിറർ എന്ന് പറയുന്നത്. അപ്പോൾ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ ആ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഇന്ന് നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പോകുന്നതിന് മുന്നേ ആരായിരുന്നു ഈ ചാപ്റ്റർ എഴുതിയിട്ടുണ്ടായിരുന്നത്? ഓത്തർ ആരായിരുന്നു? വൈക്കം മുഹമ്മദ് ബഷീർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ചെറിയൊരു എക്സ്പ്ലനേഷനൊക്കെ പഠിച്ചു വെച്ചിട്ട് പോവുക. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ, അത് ഒന്ന് നോക്കിയിട്ട് പോവുക. വെറുതെ അത് സ്കിപ്പ് ചെയ്തിട്ട് പോവരുത്. കാരണം നരേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ഓതറിനെ കുറിച്ചൊരു 2-3 സെൻറ്റൻസ് ആഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആണ് സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതറിയാമല്ലോ എല്ലാവർക്കും. Bashir, the Sultan of Stories, is a true lover of nature. He highlights a blend of all creatures and nature in his stories. The stories evoke humor and sarcasm on the follies of man. Snake and the Mirror is such a story. Okay. First question വന്നിരിക്കുന്നത്, read the following dialogue and answer the questions that follow. അതായത് റിപ്പോർട്ടഡ് സ്പീച്ചാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഡയലോഗ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ആൻസർ ദ ഫോളോയിങ് എന്ന് ചോദിച്ചാൽ ആക്ച്വലി അത് റിപ്പോർട്ടഡ് സ്പീച്ചാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? സമ്മൺ ആസ്ക്ഡ് അല്ലേ, ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഡോക്ടർ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നു, ഐ ഹാവ് നെവർ സീൻ ഇറ്റ് സിൻസ് എന്ന് പറഞ്ഞ് റിപ്ലൈ കൊടുക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഡിഡ് സമ്മൺ ആസ്ക് ദി ഡോക്ടർ എന്ന് ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഡോക്ടേഴ്സ് റിപ്ലൈ. ഇതാണ് 2 ക്വസ്റ്റ്യൻ. അപ്പം ഇതിൻ്റെ ആൻസറാണ് നമ്മൾ എഴുതാൻ. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ചാണ് ചോദിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ആ ഡയലോഗ് വായിച്ചിട്ട് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അത് റിലേറ്റ് ചെയ്ത് വരുമെന്നുള്ളതാണ്. അപ്പോൾ ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ എന്ന് ചോദിച്ചാൽ വാട്ട് ഡിഡ് സമ്മൺ ആസ്ക് ദ ഡോക്ടർ എന്ന് പറയുമ്പോൾ എൻ്റെ ആൻസർ എന്ത് വരും? സമ്മൺ ആസ്ക്ഡ്. ഓക്കെ, ആസ്ക്ഡ് എന്തുകൊണ്ട് വന്നു? ഡിഡ് പ്ലസ് ആസ്ക് ആസ്ക്ഡ് ആണ്. ഓക്കെ, ഡിഡ് പ്ലസ് പ്ലേ എന്താണ്? പ്ലേഡ് ആണ്. ഡിഡ് പ്ലസ് ലൈക്ക് എന്താണ്? ലൈക്ഡ് ആണ്. അപ്പം അതുപോലെ ഇവിടെ എന്താണോ ചോദിച്ചേക്കുന്നത് ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കി മനസ്സിലാക്കിയിട്ട്, ഇത് ലൈക്ക് ഗ്രാമർ പാർട്ടാണ്. നിങ്ങളുടെ ഗ്രാമർ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾ ഗ്രാമർ അതിൽ തെറ്റിച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടില്ല, ആൻസർ സ്കോർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. റോങ് ആൻസർ ആയിപ്പോൾ. അപ്പോൾ വാട്ട് ഡിഡ് സമ്മൺ ആസ്ക് ദ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ സമ്മൺ ആസ്ക്ഡ് ദ ഡോക്ടർ വെദർ ഹീ ഹാഡ് സീൻ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ എന്ന് ആൻസർ വരും. വെദർ ഹീ ഹാഡ് സീൻ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ വാട്ട് ഡിഡ് സമ്മൺ ആസ്ക് ദ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ someone asked the doctor whether എന്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തു ഇവിടെ ഇതൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ഇതൊരു യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ എന്നൊരു ആൻസറും നമുക്ക് വരാമല്ലോ അവിടെ. അപ്പോൾ ആൻസർ ആക്ച്വലി ഡോക്ടർ റിപ്ലൈ ചെയ്തത് ഇതാണെങ്കിലും ഇവിടെ യെസ് ഓർ നോ എന്നുള്ള ആൻസറും വരാമല്ലോ. അപ്പോൾ യെസ് ഓർ നോ ചോദിക്കുമ്പോൾ പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ ടൈപ്പ് ഓഫ് ആൻസർ എഴുതുമ്പോൾ നമ്മൾ വെദർ എന്നുള്ളൊരു വേർഡ് ചേർക്കും. ഓക്കെ, അത് യെസ് ഓർ നോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാത്രം. അപ്പോൾ someone asked the doctor whether he had seen the snake the next day. നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ, നോർമൽ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നെക്സ്റ്റ് ഡേ എന്നുള്ളത് എന്തായിട്ട് മാറും? ദ ഫോളോയിങ് ഡേ എന്നായിട്ട് മാറും. ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ എന്ന് പറഞ്ഞ് മാറും. അപ്പോൾ പക്ഷേ ഇവിടെ നമ്മൾ മാറ്റുന്നില്ല. കാരണം എന്താണ്? ഇത് ജസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ജസ്റ്റ് ആൻസർ മാത്രം എഴുതിയാൽ മതി എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ആ നെക്സ്റ്റ് ഡേ എന്ന് തന്നെ അവിടെ കിടക്കുന്നത്. ദ ഫോളോയിങ് ഡേ ആവാത്തത് നമ്മുടെ നോർമൽ റിപ്പോർട്ടഡ് സ്പീച്ചിലാണ്. ഇത് ഓൾറെഡി അവരൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുന്നു എന്നുള്ളത് കൊണ്ടാണ്
അവിടെ ആ ഒരു ചേഞ്ച് വരാത്തത്. ഓക്കെ, ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ എന്ന് ചോദിക്കുമ്പോൾ someone asked the doctor whether he had seen എന്തുകൊണ്ട് വന്നു? ഓൾറെഡി ക്വസ്റ്റ്യൻ പാസ്റ്റ് ടെൻസിലാണ്, ഡിഡ് വന്നേക്കുന്ന പാസ്റ്റ് ടെൻസിലാണ്, അതുകൊണ്ടാണ് whether he had seen the snake the next day എന്ന് വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് വാസ് ദ ഡോക്ടേഴ്സ് റിപ്ലൈ? അപ്പോൾ നമ്മൾ എങ്ങനെ ആൻസർ സ്റ്റാർട്ട് ചെയ്യും? ദ ഡോക്ടേഴ്സ് റിപ്ലൈ the doctor replied that എന്താണ്? he had never seen it since. ജസ്റ്റ് ഒന്നുമില്ല അല്ലേ, വേറെ ഒന്നും നിങ്ങൾ ഇതിലിപ്പോൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സെൻറ്റൻസിൻ്റെ ആൻസറിൻ്റെ ഫസ്റ്റ് പാർട്ടൊന്ന് നിങ്ങൾ മേക്ക് ചെയ്തെടുത്തിട്ട് ഇതങ്ങ് പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ ആക്ച്വലി. സോ വാട്ട് വാസ് ദ ഡോക്ടേഴ്സ് റിപ്ലൈ എന്ന് ചോദിച്ചാൽ ഡോക്ടർ റിപ്ലൈഡ് ദാറ്റ് ഹീ ഹാഡ് നെവർ സീൻ ഇറ്റ് സിൻസ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല, കാരണം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ആൻസർ മാത്രം നമ്മളിവിടെ ചെയ്താൽ മതി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്നും മാറുന്നില്ല, നെക്സ്റ്റ് ഡേയോ സിൻസോ ഒന്നും മാറുന്നില്ല എന്നുള്ളത് നോക്കി വെച്ചേക്കുക. അപ്പോൾ മനസ്സിലായല്ലോ ആ ക്വസ്റ്റ്യൻ? someone asked the doctor whether he had seen the snake the next day. The doctor replied that he had never seen it since എന്നുള്ളതുമാണ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Given below is the conversation between the doctor and one of his friends in the story The Snake and Mirror. Complete the conversation suitably. കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും ചോദിക്കും, അതും ഡോക്ടറുടെ ഫ്രണ്ടുമായിട്ടുള്ളത് തന്നെ ചോദിക്കാനാണ് ഹൈ ചാൻസ്. കാരണം നടന്ന കാര്യങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണല്ലോ സ്നേക്കിനെ കണ്ട ആ നൈറ്റ് ഓടിപ്പോയത്. അപ്പോൾ ഫ്രണ്ട് സ്വാഭാവികമായിട്ടും ചോദിച്ചറിയുമല്ലോ കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് ചോദിക്കുവാണ് യു ലുക്ക് ഷോക്ക്ഡ് ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എക്സ്പെക്റ്റ് ചെയ്യാമല്ലോ, അവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ യു ലുക്ക് ഷോക്ക്ഡ് എന്ന് പറയുമ്പോൾ ഡോണ്ട് യു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും ആ ബ്ലാങ്കിൽ ഫില്ല് ചെയ്യാൻ വരുന്നുണ്ടാവുക. കാരണം യു ലുക്ക് ഷോക്ക്ഡ് ഡോണ്ട് യു. അപ്പം ഡോക്ടർ അതിന് ആൻസറായിട്ട് പറയുകയാണ് യെസ് ഐ ഹാഡ് ആൻ അൺവെൽക്കം ഗസ്റ്റ് ലാസ്റ്റ് നൈറ്റ് അറ്റ് ഹോം. ഓക്കെ, ഡോക്ടർ പറയുന്ന ആൻസർ എന്താണ്? യെസ് ഐ ഹാഡ് ആൻ അൺവെൽക്കം ഗസ്റ്റ് ലാസ്റ്റ് നൈറ്റ് അറ്റ് ഹോം. എനിക്ക് വീട്ടിൽ ഇന്നലെ കഴിഞ്ഞ രാത്രിയിൽ ഒരു ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട് വീണ്ടും എന്തോ പറയുന്നുണ്ട്, ആ ബ്ലാങ്ക് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ്, അല്ലെ ആ കോൺവെർസേഷൻ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ്. ബട്ട് അവിടെ എന്ത് വരും എന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ നെക്സ്റ്റ് ആളുടെ കോൺവെർസേഷൻ നമ്മൾ നോക്കും. എന്താ പറഞ്ഞേക്കുന്നത്? യു വോണ്ട് ബിലീവ് ഇറ്റ് വാസ് എ സ്നേക്ക് എ ഫാറ്റ് വൺ എന്നുള്ളതായിരുന്നു ഡോക്ടറിൻ്റെ ആൻസർ. ഡോക്ടറിൻ്റെ കോൺവെർസേഷൻ അതായിരുന്നു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടാവുക? ഫ്രണ്ടിൻ്റെ കോൺവെർസേഷൻ എന്തായിരിക്കും? ഹൂ വാസ് ഇറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഫ്രണ്ട് അവിടെ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, അല്ലേ, ഡോക്ടർ റിപ്ലൈ ചെയ്യുന്നത് യു വോണ്ട് ബിലീവ് ഇറ്റ് വാസ് എ സ്നേക്ക് എ ഫാറ്റ് വൺ. നീ വിശ്വസിക്കത്തില്ല, അതൊരു സ്നേക്കായിരുന്നു, ഒരു തടിച്ച ഒരു സ്നേക്ക്, അല്ലേ, ഫാറ്റ് വൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് അടുത്ത് എന്താ പറയുന്നത്? വേർ ഡിഡ് യു ഫൈൻഡ് ഇറ്റ് ബൈ ദ ഡോർ ഓർ ഓൺ ദ വിൻഡോ സൈഡ്. അപ്പോൾ ഫ്രണ്ട് ഇങ്ങനെ സ്നേക്ക് വീട്ടിൽ വന്നു എന്ന് ഡോക്ടർ പറഞ്ഞ് കേട്ടപ്പോൾ ഫ്രണ്ട് ഫസ്റ്റ് ചോദിക്കുന്നത് എന്താണ്? വേർ ഡിഡ് യു ഫൈൻഡ് ഇറ്റ്? നീ അതിനെ എവിടെയാണ് കണ്ടത്? ബൈ ദ ഡോറിലാണോ അതോ ഓർ ഓൺ ദ വിൻഡോ സൈഡിൽ എങ്ങാനും ആണോ നീ അതിനെ കണ്ടത് എന്ന് ചോദിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ വീട്ടിൽ പാമ്പിനെ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ആരായാലും കൂരയുടെ മുകളിലാണോ, അല്ലെങ്കിൽ തറയിലാണോ, അല്ലെങ്കിൽ സാധനങ്ങൾക്കിടയിലാണോ, വിൻഡോ പെയിനിലാണോ, ഡോറിലാണോ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യത്തുള്ളൂ. ജസ്റ്റ് ഷോൾഡറിൽ കയറി അത് കോയിൽ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ ആർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫ്രണ്ടിൻ്റെ ക്യൂരിയോസിറ്റിയുടെ ഇതിൽ ചോദിക്കുവാണ് ബൈ ദ ഡോർ ഓർ ഓൺ ദ വിൻഡോ സൈഡിലാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഡോക്ടർ റിപ്ലൈ കൊടുക്കുവാണ് നോട്ട് എനിവെയർ ദെയർ ഇറ്റ് ലാൻഡഡ് റൈറ്റ് ഓൺ മൈ ഷോൾഡർ. അപ്പോൾ നോട്ട് എനിവെയർ ദെയർ അവിടെ ഒന്നും അല്ല, ഒരു വിൻഡോ പെയിനിലും അല്ല, ഡോറിലും അല്ല, പിന്നെ എവിടെയാണ്? ഇറ്റ് ലാൻഡഡ് റൈറ്റ് ഓൺ മൈ ഷോൾഡർ. അതെൻ്റെ ഷോൾഡറിലാണ് കയറി ഇരുന്നത്. അപ്പോൾ ഫ്രണ്ട് പറയുവാണ് ഓ ഗോഡ്, വീണ്ടും ഒരു ഡാഷ്,
ഓ ഗോഡ് വീണ്ടും ഒരു ഡാഷ്. അവിടെ എന്ത് വരും? ഡിഡ് ഇറ്റ് ബൈറ്റ് യു എന്ന് ചോദിക്കുവാണ് അല്ലേ. ഡിഡ് ഇറ്റ് ബൈറ്റ് യു, നിൻ്റെ ഷോൾഡറിൽ വരെ കയറിയിരുന്നു അത്, അപ്പോൾ നിന്നെ കടിച്ചില്ലേ എന്നാണ്, പോലെ നിന്നെ പാമ്പ് കൊത്തിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓ ഗോഡ് ഡാഷ് ഡിഡ് ഇറ്റ് ബൈറ്റ് യു. അപ്പം ഡോക്ടർ പറയുന്നത് ഫോർച്ചുനേറ്റ്ലി നോ അല്ലേ. ഫോർച്ചുനേറ്റ്ലി നോ ഇഫ് ഐ ഹാഡ് മൂഡ് ഡാഷ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം ഇവിടെ എഴുതാൻ എന്താ എഴുതേണ്ടതെന്ന് അറിയില്ലാതെ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഡോക്ടറിൻ്റെ ഈ കോൺവെർസേഷൻ വായിച്ച് നോക്കിയിട്ട് അവിടെ ഫില്ല് ചെയ്യുക. അപ്പോൾ ഓ ഗോഡ് ഡിഡ് ഇറ്റ് ബൈറ്റ് യു എന്നുള്ളത് ഇവിടെ വരും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോഴത്തേക്കുമാണ് ഡോക്ടർ റിപ്ലൈ കൊടുക്കുന്നത് ഫോർച്ചുനേറ്റ്ലി നോ ഇഫ് ഐ ഹാഡ് മൂഡ്. ഇവിടെ പിന്നെ എന്ത് വരും? ഇഫ് ഐ ഹാഡ് മൂവ്ഡ് ഡാഷ് ആണ് കൊടുത്തേക്കുന്നത്. എന്ത് വരും? അതും അറിയില്ല. അപ്പോൾ ഫ്രണ്ട് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താണ്? ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഇട്ടിട്ടുണ്ട്. അപ്പം ഡോക്ടർ വീണ്ടും റിപ്ലൈ കൊടുത്തേക്കുന്നത് ഐ റാൻ ഫോർ മൈ ലൈഫ് ആൻഡ് കെയിം ബാക്ക് ഓൺലി ദ നെക്സ്റ്റ് ഡേ. അപ്പം ഇവിടെ എന്ത് വരും? ഡി പാർട്ടിൽ എന്ത് വരുമായിരിക്കും? ഡോക്ടർ പറയുന്നുണ്ട് ഫോർച്ചുനേറ്റ്ലി നോ ഇഫ് ഐ ഹാഡ് മൂഡ് അല്ലേ, ഞാനൊന്ന് മൂവ് ചെയ്ത് ഞാനൊന്ന് അനങ്ങിയിരുന്നെങ്കിൽ, എന്നിട്ട് ബാക്കി എന്ത് പറയും എന്നുള്ളതാണ്. ഞാനൊന്ന് അനങ്ങിയിരുന്നെങ്കിൽ നിങ്ങൾ മലയാളത്തിലൊന്ന് പറഞ്ഞു നോക്കി. ഞാൻ ഇല്ല, ഫോർച്ചുനേറ്റ്ലി നോ അല്ലേ, ഭാഗ്യത്തിന് ഇല്ല, ഭാഗ്യത്തിന് അതെന്നെ കടിച്ചില്ല എന്നുള്ളതാണ്. ഇഫ് ഐ ഹാഡ് മൂഡ്, പക്ഷെ ഞാൻ മൂവ് ചെയ്തിരുന്നെങ്കിൽ, ഞാനൊന്ന് അനങ്ങിയിരുന്നെങ്കിൽ അതെന്നെ കടിച്ചേനെ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ അതാണല്ലോ വരുന്നത്. ഞാനൊന്ന് അനങ്ങിയിരുന്നെങ്കിൽ അതെന്നെ കടിച്ചേനെ. അപ്പോൾ അത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതും? ഇഫ് ഐ ഹാഡ് മൂഡ് ഇറ്റ് വുഡ് ഹാവ് ബൈറ്റൻ മീ എന്നുള്ളത് വരും അല്ലേ. ഇഫ് ഐ ഹാഡ് മൂവ്ഡ് ഇറ്റ് വുഡ് ഹാവ് ബൈറ്റൻ മീ എന്നുള്ളത് വരും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് പറയാണ് വീണ്ടും എന്തോ ഒരു ഡാഷ് പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കും? അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്രണ്ട് ചോദിച്ചേക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കും. അപ്പോൾ അതിന് എന്ത് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതെന്നുള്ളതാവും അടുത്ത നമ്മുടെ ഡൗട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളങ്ങനെ നമുക്ക് ഓരോ ഡൗട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ തൊട്ടടുത്ത കോൺവെർസേഷൻ എന്താണെന്നുള്ളത് നമ്മൾ നോക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞേക്കാണ് ഐ റാൻ ഫോർ മൈ ലൈഫ് ആൻഡ് കെയിം ബാക്ക് ഓൺലി ദ നെക്സ്റ്റ് ഡേ. ഓക്കെ, ഞാൻ എൻ്റെ ജീവനും കൊണ്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടു ആൻഡ് കെയിം ബാക്ക്, തിരിച്ചു വന്നത് അടുത്ത ദിവസമാണ് എന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട് എന്തിവിടെ ചോദിച്ചിട്ടുണ്ടാവും? ഹൗ ഡിഡ് യു എസ്കേപ്പ് എന്നാവും ചോദിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഹൗ ഡിഡ് യു എസ്കേപ്പ് എന്ന് ചോദിക്കാം. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ടാവും ഹൗ ഡിഡ് യു എസ്കേപ്പ്. ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഈ പാർട്ടിൽ ഇതായിരിക്കും വരുന്നുണ്ടാവുക, ഹൗ ഡിഡ് യു എസ്കേപ്പ്. അപ്പോൾ ഡോക്ടർ പറയുന്ന റിപ്ലൈ ആണ് ഐ റാൻ ഫോർ മൈ ലൈഫ് ആൻഡ് കെയിം ബാക്ക് ഓൺലി ദ നെക്സ്റ്റ് ഡേ. ഓക്കെ, ഞാൻ എൻ്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു, തിരിച്ചു വന്നത് അടുത്ത ദിവസം മാത്രമാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഫോർച്ചുനേറ്റ്ലി നോ ഇഫ് ഐ ഹാഡ് മൂവ്ഡ് ഇറ്റ് വുഡ് ഹാവ്, ഇറ്റാണ് കേട്ടോ, ഇറ്റ് വുഡ് ഹാവ് ബിറ്റൻ മീ. ഓക്കെ, ആ പാർട്ടിൽ ഡി പാർട്ടിൽ ഇറ്റ് വുഡ് ഹാവ് ബിറ്റൻ മീ എന്നും വരും. ഈ പാർട്ടിൽ ഹൗ ഡിഡ് യു എസ്കേപ്പ് എന്ന ക്വസ്റ്റ്യനും വരും. അപ്പം ഇവിടെ എന്ത് വരും? സി പാർട്ടിൽ എന്ത് വരുമായിരുന്നു? ഫ്രണ്ട് ഓ ഗോഡ് ഡിഡ് ഇറ്റ് ബൈറ്റ് യു അല്ലേ, ഡിഡ് ഇറ്റ് ബൈറ്റ് യു, ഡിഡ് ഇറ്റ് ബൈറ്റ് യു. ഓക്കെ, അപ്പോൾ കോൺവെർസേഷൻ ഫില്ല് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചില എന്താണ് ഒരു എക്സ്റ്റെൻഡ് എത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താ വരുന്നുണ്ടാവുക എന്നൊട്ടും അറിയത്തില്ലായിരിക്കും. പാനിക് ആവരുത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോഴത്തേക്കും കോൺവെർസേഷൻ ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആക്ച്വലി എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം വലിയ ഒരുപാട് അങ്ങ് എഴുതേണ്ടതൊന്നും ഇല്ലല്ലോ. കുറച്ച് കാര്യങ്ങൾ എഴുതുമ്പോൾ മാത്രം ആ മാർക്ക് നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് എന്താകും അവിടെ വരുന്നുണ്ടാവുക എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ച് അത് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ് ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്ന ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്. അടുത്തതിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ ലിറ്റററി ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ബുക്ക് ഫെസ്റ്റ് ആൻഡ് ആൻ എക്സിബിഷൻ ഓഫ് വൈക്കം മുഹമ്മദ് ബഷീർസ് വർക്ക്സ് ഓൺ July 5, ബഷീർ ഡേ. പ്രിപ്പയർ എ നോട്ടീസ് ഇൻവൈറ്റിംഗ് ദ പബ്ലിക് ടു ദ ഫെസ്റ്റ്. നല്ലൊരു ചോദ്യമാണ് കേട്ടോ, നല്ലൊരു ക്വസ്റ്റ്യനാണ്.
അപ്പോൾ എന്താണ് പറഞ്ഞേക്കുന്നത്, ജൂലൈ 5 എന്താണ്, ബഷീർ ഡേ ആണ് അല്ലേ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഡേ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കൂള് ഒരു ബുക്ക് ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സിബിഷനും അല്ലേ, എക്സിബിഷൻ ഓഫ് വൈക്കം മുഹമ്മദ് ബഷീർസ് വർക്ക്സ്. അപ്പം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വർക്ക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു എക്സിബിഷനും നടത്താനായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇൻവൈറ്റ് ചെയ്ത് പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, സോ നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങളത് മാക്സിമം ഒരു ബോക്സിൽ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ബോക്സിൽ എഴുതുമ്പോഴാണല്ലോ അതൊരു നോട്ടീസ് എന്ന് നമുക്കും കൂടെ ഒന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കും കൂടെ തോന്നുമ്പോഴല്ലേ കറക്റ്റ് ചെയ്യുന്ന ടീച്ചറിനും അതത്രയും ഇമ്പ്രസീവായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ നോട്ടീസ് എഴുതുമ്പോൾ എപ്പോഴും ബോക്സിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. പിന്നെ നോട്ടീസ് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ഒരു നോട്ടീസ് എന്ന പേര് ഹെഡിങ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് സ്കൂളിൻ്റെ പേര്, പ്ലേസ്. സ്കൂളിൻ്റെ പേര് എഴുതുമ്പോൾ ഐ റിപ്പീറ്റ്, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് റിവീൽ ചെയ്യരുത്. വേറെ ഏതെങ്കിലും ഒരു ഇമാജിനറി പേര് വയ്ക്കുക. സ്ഥലത്തിൻ്റെ പേരും വേറെ ഏതെങ്കിലും പേര് വയ്ക്കുക. പിന്നെന്താണ്, എന്തിൻ്റെ നോട്ടീസായിരുന്നു നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ബുക്ക് ഫെസ്റ്റിൻ്റെ നോട്ടീസ് അല്ലേ, പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു നോട്ടീസാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ബുക്ക് ഫെസ്റ്റ് എന്നുള്ളൊരു ഹെഡിങ്ങും കൊടുക്കുക. അത് കഴിഞ്ഞ് നോട്ടീസ് സ്റ്റാർട്ട് ചെയ്യുക. എന്താ, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, ദ ലിറ്റററി ക്ലബ് ഓഫ് എ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ബുക്ക് ഫെസ്റ്റ് ആൻഡ് എൻ എക്സിബിഷൻ ഓഫ് വൈക്കം മുഹമ്മദ് ബഷീർസ് വർക്ക്സ് ഓൺ ജൂലൈ 5, 2024 ബഷീർ ഡേ. അപ്പോൾ ആ ഒരു ഒറ്റ സെൻറ്റൻസിൽ എല്ലാ കാര്യങ്ങളും അല്ലേ, എല്ലാ ഇൻഫർമേഷൻസും ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്, ദ ലിറ്റററി ക്ലബ് ഓഫ് അവർ സ്കൂൾ അല്ലേ, ആരാ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ സ്കൂളിലെ ലിറ്റററി ക്ലബ്ബാണ് ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ബുക്ക് ഫെസ്റ്റ്, ഒരു ബുക്ക് ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആൻ എക്സിബിഷൻ ഓഫ് വൈക്കം മുഹമ്മദ് ബഷീർസ് വർക്ക്സ് അല്ലേ, ബുക്ക് ഫെസ്റ്റും അതിൻ്റെ കൂടെ ഒരു എക്സിബിഷനും. എന്തിൻ്റെ എക്സിബിഷനാണ്, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വർക്ക്സിൻ്റെ ഒരു എക്സിബിഷനും കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാണ്, ഓൺ ജൂലൈ 5, 2024. ജൂലൈ 5, 2024 തീരുമാനിച്ചേക്കുന്നത്, ബഷീർ ഡേ. ആ ഡേയുടെ പ്രത്യേകത എന്താണെന്നായിരുന്നു, ബഷീർ ഡേ ആയിരുന്നു അല്ലേ, ജൂലൈ 5, 2024 ബഷീർ ഡേ ആയിരുന്നു. അപ്പോൾ ആ എല്ലാ ഇൻഫർമേഷനും ആ ഒരൊറ്റ സെൻറ്റൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ആ സെൻറ്റൻസ് എഴുതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതായത് കറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്ന ആ സെൻറ്റൻസ് അതുപോലെ ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതി, അത്രയേ ഉള്ളൂ അല്ലേ. ആ നോട്ടീസ് എഴുതുമ്പോൾ നോട്ടീസിൻ്റെ ബോക്സും നോട്ടീസിൻ്റെ ഹെഡിങ്ങും ഒരു സ്കൂളിൻ്റെ ഒരു ഇമാജിനറി പേരും ബുക്ക് ഫെസ്റ്റ് എന്ന ഹെഡിങ്ങും പിന്നെ തുടങ്ങുന്ന ഒരു സല്യൂട്ടേഷനും ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളും അതെല്ലാം ഇങ്ങനെ പെറുക്കി കൂട്ടി എഴുതി നമ്മളിങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും ഒരു നോട്ടീസായി കഴിഞ്ഞു. എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ, ഈസി അല്ലേ നോട്ടീസ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം നോട്ടീസ് പ്രിപ്പറേഷനൊക്കെ ചോദിച്ചാൽ വിട്ട് കളയാതെ അതൊക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുക കേട്ടോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ. അത് കഴിഞ്ഞ് എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയാൽ, ഓൾ ആർ കോർഡിയലി ഇൻവൈറ്റഡ് ടു ദ ഫെസ്റ്റ്. പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു നോട്ടീസ് എഴുതാനാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇങ്ങനൊരു സെൻറ്റൻസ് മസ്റ്റാണ്, ഓൾ ആർ കോർഡിയലി ഇൻവൈറ്റഡ് ടു ദി ഫെസ്റ്റ്. പിന്നെ എന്താ, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ജൂലൈ 5, 2024. ഡേറ്റ് ഓൾറെഡി ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിലും ഒന്ന് എടുത്തെഴുതുവാണ്. കാരണം ടൈമും വെന്യൂവും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഡേറ്റ് ഒന്നും കൂടി ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ജൂലൈ 5, 2024 ടൈം പറഞ്ഞിട്ടുണ്ട് 10 AM ഓൺവേർഡ്സ് ആണ്, 10 മണി മുതൽ. ഇപ്പോൾ വെന്യൂ എവിടെയാണ്, സ്കൂൾ ഓഡിറ്റോറിയം തന്നെയാണ് അല്ലേ. ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇനി എന്താ ഉള്ളത്, സിഗ്നേച്ചർ, കിരൺ, സെക്രട്ടറി, ലിറ്റററി ക്ലബ്, ഡേറ്റ്. ഓക്കെ, ആരാണ് നടത്തുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞു, ലിറ്റററി ക്ലബ് ഓഫ് അവർ സ്കൂളാണ്. അപ്പോൾ ലിറ്റററി ക്ലബിൻ്റെ സെക്രട്ടറി ആണ് നോട്ടീസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ആളുടെ പേര് അതും നിങ്ങളൊരു ഇമേജിനറി പേര് തന്നെ കൊടുക്കുക, സെക്രട്ടറി എന്ന് വെക്കുക, ലിറ്റററി ക്ലബ്ബാണെന്ന് വയ്ക്കുക, ഡേറ്റ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഒരു നോട്ടീസ് എന്ന് പറഞ്ഞാൽ. സിമ്പിൾ അല്ലേ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്, ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത എന്താ, ഫ്രേസൽ വേർബ്സ് വെച്ചിട്ടുള്ള ഫില്ലപ്പാണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് ചൂസിങ് ദ റൈറ്റ് ഫ്രേസസ് ഫ്രം ദോസ് ഗിവൺ ഇൻ ദ ബോക്സ്. അപ്പോൾ എന്താണെന്ന് നോക്കിക്കേ, ആഫ്റ്റർ റീച്ചിങ് മൈ റൂം ഐ ഡാഷ് മൈ കോട്ട് ആൻഡ് വൈറ്റ് ഷർട്ട് ആൻഡ് ഹങ് ദം അപ്പ്. ഓക്കെ, ആഫ്റ്റർ റീച്ചിങ് മൈ
റൂം, എൻ്റെ റൂമിൽ എത്തിയതിന് ശേഷം ഐ ഡാഷ് മൈ കോട്ട്, കോട്ട് എന്ത് ചെയ്യും? റൂമിൽ നമ്മൾ സാധാരണ പുറത്തൊക്കെ പോയിട്ട് റൂമിൽ തിരിച്ച് വരുമ്പോൾ കോട്ടും നമ്മുടെ ഡ്രസ്സും ഒക്കെ എന്ത് ചെയ്യും? ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക അല്ലേ, അത് ഡ്രസ്സ് മാറ്റും. അപ്പോൾ അതിനെന്താ പറയുക? ഐ ടുക്ക് ഓഫ് മൈ കോട്ട് ആൻഡ് വൈറ്റ് ഷർട്ട് ആൻഡ് ഹങ് ദം അപ്പ്. ഓക്കെ, ഇവിടെ ഹിൻഡ് തന്നിട്ടുള്ളതിൽ ടേക്ക് ഓഫേ ഉള്ളൂ, ഞാൻ അതിനെ ടുക്ക് ഓഫ് ആക്കി. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഈ സെൻറ്റൻസ് വായിച്ച് നോക്കിക്കേ, ഇത് പാസ്റ്റ് ടെൻസിലാണ് ഈ പാരഗ്രാഫ് തന്നിട്ടുള്ളത്. അത് ആഫ്റ്റർ റീച്ചിങ് മൈ റൂം ഐ ഡാഷ് മൈ കോട്ട് ആൻഡ് വൈറ്റ് ഷർട്ട് ആൻഡ് ഹങ് ദം അപ്പ്. ഹങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോളാം അത് പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞേക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഐ ടേക്ക് ഓഫ് മൈ കോട്ട് എന്ന് എഴുതരുത്, ഐ ടുക്ക് ഓഫ് മൈ കോട്ട് എന്ന് എഴുതണം. ആൻഡ് വൈറ്റ് ഷർട്ട് ആൻഡ് ഹങ് ദം അപ്പ്. ഐ ഹാഡ് ടു ഡാഷ് എ ലോട്ട് ഓഫ് റാറ്റ്സ് ഹൂ വെയർ റണ്ണിങ് അറൗണ്ട് മൈ റൂം. അപ്പോൾ ഐ ഹാഡ് ടു ഡാഷ് എ ലോട്ട് ഓഫ് റാറ്റ്സ് അല്ല, ഐ ഹാഡ് ടു ഏത് വരും അവിടെ? ആ ബ്ലാങ്കിൽ ബി എന്ന് പറഞ്ഞ ബ്ലാങ്കിൽ എന്ത് വരും? പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞ് ഫ്രേസൽ വെർബേ വരത്തുള്ളൂ. അപ്പോൾ ഐ ഹാഡ് ടു പുട്ട് അപ്പ് വിത്ത് എ ലോട്ട് ഓഫ് റാറ്റ്സ് ഹൂ വെയർ റണ്ണിങ് അറൗണ്ട് മൈ റൂം അല്ലേ. എനിക്ക് എന്നും ഈ റൂമിലെ റാറ്റ്സുമായിട്ട് എന്നും എനിക്കത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയാലേ പറ്റത്തുള്ളൂ. ഐ ഹാഡ് ടു പുട്ട് അപ്പ് വിത്ത് എ ലോട്ട് ഓഫ് റാറ്റ്സ് ഹൂ വെയർ റണ്ണിങ് അറൗണ്ട് മൈ റൂം. ഐ ഡാഷ് ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. ഓക്കെ, ഐ ഡാഷ് ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കിടന്നിട്ട് പക്ഷെ നമുക്ക് ഉറക്കം വരത്തില്ല, സ്ഥിരമുള്ളതാ അല്ലേ, നമുക്കൊക്കെയുള്ള ഒരു കുഴപ്പമാണ്, പ്രശ്നമാണ് അത്. അപ്പോൾ ഐ ലേഡ് ഡൗൺ. ഓക്കെ, ഐ ലേഡ് ഡൗൺ. ലേ ഡൗൺ എന്നേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ, ഹിൻഡിൽ തന്നിട്ടുള്ളൂ. നിങ്ങളതിനെ പാസ്റ്റ് ടെൻസ് ആക്കുക. ഐ ലേഡ് ഡൗൺ ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. ഞാൻ കിടന്നായിരുന്നു പക്ഷെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഐ ഡാഷ് ആൻഡ് വെൻറ്റ് ഔട്ട് ടു ദ വെറാന്ത ഫോർ എ ലിറ്റിൽ എയർ. അപ്പം ഐ ഗെറ്റ് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട് എന്നാണോ? ഗെറ്റ് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട്. വെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഗോ വെൻറ്റ് അല്ലേ, ഗോ വെൻറ്റ് ഗോൺ എന്നുള്ളതാണല്ലോ V1 V2 V3 ഫോം. അപ്പോൾ വെൻറ്റ് എന്ന് വന്നേക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ അവിടെ ഐ ഗെറ്റ് അപ്പ് എന്നല്ല, ഐ ഗോട്ട് അപ്പ് എന്നേ വരത്തുള്ളൂ. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട് ടു ദ വെറാന്ത ഫോർ എ ലിറ്റിൽ എയർ. അപ്പോൾ മനസ്സിലായല്ലോ, ഫസ്റ്റ് ബ്ലാങ്കിൽ ഐ ടുക്ക് ഓഫ് മൈ കോട്ട് എന്ന് വരും. പിന്നെ അത് കഴിഞ്ഞ് ഐ ഹാഡ് ടു പുട്ട് അപ്പ് വിത്ത് എ ലോട്ട് ഓഫ് റാറ്റ്സ് എന്ന് വരും. അത് കഴിഞ്ഞ് സി എന്താ? ഐ ലേഡ് ഡൗൺ ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ് ആണ്. പിന്നെന്താണ്? ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട് ടു ദ വെറാന്ത ഫോർ എ ലിറ്റിൽ എയർ. ഓക്കെ ആണല്ലോ, ഫ്രേസൽ വെർബ്സ് വെച്ചിട്ടുള്ള ഫില്ലപ്പാണ്. പിന്നെ imagine that you meet the homeopath of the story, the snake and the mirror. You inquire him about his encounter with the snake. Write the likely conversation between you and the homeopath. Conversation, ഈ ഫ്രണ്ടും ഡോക്ടറും തമ്മിലുള്ള കോൺവെർസേഷൻ ഓൾറെഡി തന്നിട്ട് അതിൽ ബ്ലാങ്ക്സ് ഇട്ട് തരാം. ആ ബ്ലാങ്ക്സ് ഫില്ലപ്പ് ചെയ്യാൻ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കോൺവെർസേഷൻ കംപ്ലീറ്റ്ലി നമ്മൾ എഴുതാനായിട്ടും ചോദിക്കാം. രണ്ട് രീതിക്കും ചോദിക്കാം. അപ്പം ഇവിടുത്തെ ഈ കോൺവെർസേഷൻ നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ സെയിം ചോദിച്ച്, അതായത് സെയിം നമ്മൾ ഡീൽ ചെയ്ത ആ കോൺവെർസേഷൻ തന്നെയാണ്. അപ്പം ഞാൻ ജസ്റ്റ് വായിച്ച് പോകുന്നേ ഉള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം മൈസെൽഫ് ചോദിക്കുകയാണ്, ഹലോ സർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നേരത്തെ അതൊരു ഫ്രണ്ടാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് നമ്മളാണ് അല്ലേ, മൈസെൽഫാണ് പറയേണ്ടത്. കാരണം നമ്മൾ അദ്ദേഹത്തെ എൻക്വയറി ചെയ്യാനൊരു ചാൻസ് കിട്ടി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളും ഡോക്ടറും തമ്മിലുള്ള കോൺവെർസേഷൻ. അപ്പോൾ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ച് അതേ കാര്യങ്ങൾ ഇതിലും വരത്തുള്ളൂ, പക്ഷേ ഫ്രണ്ട് എന്നുള്ളത് വരത്തില്ല, പകരം മൈസെൽഫ് എന്നുള്ളതേ വരത്തുള്ളൂ. അപ്പോൾ ഹലോ സർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഡോക്ടർ പറയുന്നു, ഗുഡ് മോർണിംഗ്, കം ഇൻ. യു ലുക്ക് സോ അപ്സെറ്റ്, ഡോണ്ട് യു? യെസ്, ഐ ഹാഡ് ആൻ അൺവെൽക്കം ഗസ്റ്റ് ലാസ്റ്റ് നൈറ്റ് അറ്റ് ഹോം. പിന്നെന്താണ്? ഹൂ വാസ് ദാറ്റ്? ഞാൻ ചോദിക്കുകയാണ്, ഹൂ വാസ് ദാറ്റ്? ഡോക്ടർ പറഞ്ഞു, യു വോണ്ട് ബിലീവ് ഇറ്റ് വാസ് എ സ്നേക്ക്, എ ഫാറ്റ് വൺ. കണ്ടോ, ആ പാർട്ട് കണ്ടൻറ്റ് സെയിം ആണ്, പക്ഷേ ആദ്യത്തെയൊക്കെ ആ ഒരു ഹലോ സർ, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതും യു ലുക്ക് സോ അപ്സെറ്റ്, ഡോണ്ട് യു എന്ന് പറയുന്നതും ഒക്കെ ജസ്റ്റ് നമ്മളായിട്ട് സംസാരിക്കുന്നതാണല്ലോ. അപ്പോൾ അതിലൊരു ചേഞ്ച് വരുത്തിക്കണം എന്നുള്ളതേ ഉള്ളൂ, ബാക്കി വേറെ പ്രശ്നമൊന്നുമില്ല. വേർ ഡിഡ് യു ഫൈൻഡ് ഇറ്റ്? ബൈ ദ ഡോർ ഓർ നിയർ ദ വിൻഡോ? നോട്ട് എനിവെയർ ദേർ, ഇറ്റ് വാസ് ഓൺ മൈ ഷോൾഡർ. ഓ ഗോഡ്, ഡിഡ് ഇറ്റ് ബൈറ്റ് യു? നോ, നോട്ട് റിയലി. ഇഫ് ഐ ഹാഡ് മൂഡ് ഇറ്റ് വുഡ് ഹാവ് ബിറ്റൻ മീ. ഓക്കെ.
ഹൗ ഡിഡ് യു എസ്കേപ്പ് അടുത്ത് ചോദിക്കുകയാണ്. ഐ റാൻ ഫ്രം ദെയർ ആൻഡ് കെയിം ബാക്ക് ഓൺലി ദ നെക്സ്റ്റ് ഡേ. ഓ ബൈ ഗോഡ്സ് ഗ്രേസ് യു ആർ സേഫ് നൗ. ഓക്കെ, കൺക്ലൂഡ് ചെയ്തതെന്നൊക്കെ നോക്കിക്കേ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു യെസ് യു ആർ റൈറ്റ്. ഓക്കെ താങ്ക് യു സർ എന്ന് പറഞ്ഞ് അതങ്ങ് കൺക്ലൂഡ് ചെയ്യുക. ഓക്കെ, കോൺവെർസേഷൻ കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറയുന്നത് ഇത്രയും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കി ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.